2 ദിവസമായിട്ട് ഞങ്ങളെ കോഴിക്കോട് ഇങ്ങോട്ട് തകൃതിയായിട്ട് മഴയാണ് കേട്ടോ. നിങ്ങൾ അവിടേക്കൊക്കെ എങ്ങനെയാണ്? ഇന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ വിശപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് അന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതാ വേഗം തന്നെ അടിപൊളി ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ച് യൂട്യൂബ് നോക്കിയിട്ട് നല്ല കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. കോഴിക്കോട്ടുകാരിയായ എനിക്ക് കണ്ണൂർ ബിരിയാണിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൂർ കിച്ചൺ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ അതാ ചിക്കൻ എടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചതും തക്കാളിയും പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് കരിച്ചു വെച്ച് വെക്കൂല അതും കൂടെ ഇട്ടിട്ട് ഗരം മസാല, ബിരിയാണി മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തൈരും പിന്നെ നെയ്യും കുറച്ച് ഓയിലും കൂടെ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ പൊതുവെ ഉണ്ടാക്കുന്ന പോലെ വാട്ടിയിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി എന്ന് വിളിക്കുന്നത്. അപ്പൊ മസാലയൊക്കെ സെറ്റ് ആക്കി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇത് കുറച്ചു നേരം നമ്മൾ വെക്കണം കേട്ടോ. എന്നാൽ അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് ആ ചിക്കനിലേക്കൊക്കെ പിടിക്കുള്ളൂ. അപ്പോഴേക്ക് ഇത് അമ്മ ബിരിയാണിക്കുള്ള അരി അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ ചോറും റെഡിയായി. എന്നിട്ട് വേഗം അങ്ങോട്ട് ദമ്മിട്ടിട്ടോ. ഓരോ ലെയർ ഇട്ടിട്ടും അതിന്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാലയും പിന്നെ മല്ലിയിലയും പുതിനയിലും പിന്നെ നമ്മൾ ഇതാ കരിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇട്ട് ലെയർ എല്ലാം കൂടെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ ദമ്മിട്ടു കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞാൻ ഈ ബിരിയാണി ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ദമ്മൊക്കെ പൊട്ടിച്ചപ്പോ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പൊതുവെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചിക്കൻ മസാല സെറ്റ് ആക്കുക. പക്ഷെ ഇതിൽ മുളക് പൊടി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും റിസൾട്ട് പറയാൻ മറക്കണ്ട. അപ്പൊ ബൈ.